Good morning. Then ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് കുമാർ ലിമിറ്റഡ്. കുമാർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കുറെ ഡീറ്റെയിൽസ് നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2019 ആൻഡ് 2020 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാനാണോ, ഫിനാൻസിങ് ആക്ടിവിറ്റി കാണാനാണോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കാണാനാണോ, അതോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണോ നമ്മൾ കണ്ടെത്തി നോക്കണം. അപ്പോൾ ഇത് ദെൻ നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എസ്എ വരാറുണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെറിയ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന പോലെ തന്നെ നമുക്ക് എസ്എ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ദെൻ ക്വസ്റ്റ്യനിലെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഓരോ ഐറ്റംസ് നമ്മൾ പരിചയപ്പെടണം. ലയബിലിറ്റീസ് ഐറ്റംസ് ഉണ്ട്, ലയബിലിറ്റി സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അസറ്റ് സൈഡിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ ഐറ്റം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങളത് അവിടെ നിങ്ങളെ പെൻസിലുകൊണ്ട് എങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ഇടും. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുമ്പോഴായാലും അതുപോലെ തന്നെ നോട്ടിൽ എഴുതുമ്പോഴായാലും നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഡിസ്കസ് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ ഐറ്റം നമ്മൾ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ഐറ്റം ഏത് ഹെഡിൽ വരുന്ന ഐറ്റമാണെന്ന് നമുക്ക് ബൈഹാർട്ട് ആയിരിക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഏത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ദെൻ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഷെയർസ് ആണെങ്കിൽ ഇഷ്യൂ ആണോ റിഡംഷൻ ആണോ നടന്നതെന്ന് നോക്കണം. ഇവിടെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എപ്പോഴാണ് ഇഷ്യൂ ആവുക, എപ്പോഴാണ് റിഡംഷൻ ആവുക എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 2019 1 lakh rupees ആണ്, 2020 ആണെങ്കിൽ 2 lakh rupees ആണ്. ഫസ്റ്റ് ഇയറിന് എമൗണ്ടിനേക്കാളും എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്തർത്ഥം? ഇഷ്യൂ ആണ്. അതായത് ഇക്വിറ്റി ഷെയർസ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കയ്യിൽ എന്ത് വന്നിട്ടുണ്ടാവും? ക്യാഷ് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്താണ്? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഫിനാൻസിങ് എന്നുള്ള ഹെഡിങ്ങിലാണ് ഇത് കാണിക്കുക. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് ആക്ടിവിറ്റിയാണ്? നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ അതായത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഐറ്റമാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എമൗണ്ട് ആണ്, ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരു 50,000 ഉണ്ട്, 75,000 ഉണ്ട്. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? ഈ 2 എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ആണ് റിസർവ് നമ്മൾ കാണിക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ റിസർവ് കാണുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിനേക്കാളും സെക്കൻഡ് ഇയറിലെ എമൗണ്ട് കൂടുകയാണോ കുറയാണോ സംഭവിച്ചത് നോക്കുക. കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ കുറെ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യില്ല. ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടു റിസർവ്, ഗുഡ് വിൽ, അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ടല്ലോ. അതിൽ നമ്മൾ കാണിക്കുന്ന ഐറ്റം ആണ്. അപ്പൊ എത്രയാണോ ആ ഡിഫറൻസ്, റിസർവിന്റെ എമൗണ്ട് 20,000 ഉണ്ട്, 30,000 ഉണ്ട്. അപ്പൊ ആ തമ്മിലുള്ള ഡിഫറൻസ് 10,000. ആ 10,000 ആണ് നമ്മൾ ട്രാൻസ്ഫർ ടു റിസർവ് എന്നുണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ഡിബഞ്ചർ. നമുക്കറിയാം ഒരു കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള ഒരു ഇതാണ്, സോഴ്സ് ആണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് അവര് ക്യാപിറ്റൽ റൈസ് ചെയ്യും. അപ്പോൾ ഡിബഞ്ചറിന്റെ എമൗണ്ട് 50,000 ഉണ്ട്. നെക്സ്റ്റ് ഇയർ ആയപ്പോൾ അത് 20,000 ആയി. അതായത് ഡിബഞ്ചറിന്റെ എമൗണ്ട് ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. നമ്മൾ ഫിനാൻസിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇഷ്യൂ ആണോ റിഡംഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് ഇയറിനേക്കാളും നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് കുറയാണ് ചെയ്തത്. അപ്പൊ അത് റിഡംഷൻ ആണ്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് ഡിബഞ്ചർ നമ്മളെ വിറ്റിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട സമയമായപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നമുക്കത് ബ്രാക്കറ്റിൽ കാണിക്കുന്നതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്രെഡിറ്റേഴ്സും ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്. നമുക്കറിയാം ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ആണ്. കറന്റ് ലയബിലിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? അത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് നോക്കണം. അതായത് നമ്മൾ എവിടെ കാണിക്കും? കറന്റ് ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കറന്റ് ലയബിലിറ്റീസ് കുറയാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്രെഡിറ്റേഴ്സ് കറന്റ് ലയബിലിറ്റി ആണ്. എന്ത് സംഭവിച്ചു? കുറയാണ് ചെയ്തത്. ഫസ്റ്റ് ഇയറിൽ 20,000 ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയർ ആയപ്പോൾ 15,000 ആയി. കുറയാണ് ചെയ്തത്, 5,000 കുറയാണ് ചെയ്തത്.
അപ്പോൾ അതെന്ത് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ചെയ്യണം. അപ്പോൾ നിങ്ങളവിടെ സൈഡിൽ മാർക്ക് ചെയ്തൊക്കെ ഒരു മൈനസിന് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് ആയിട്ട് ആണ് ബിൽസ് പേബിൾ. ബിൽസ് പേബിളിന് എമൗണ്ട് 15,000 ഉണ്ട്, 25,000 ഉണ്ട്. എമൗണ്ട് കൂടുകയാണ് ചെയ്തത്, കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കറന്റ് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റിലെ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നോക്കാം. കറണ്ട് അസറ്റ് സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട് ഇതില് ഈ ക്വസ്റ്റ്യനില്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ ക്യാഷിന്റെ കാര്യം കൂടിയോ കുറഞ്ഞോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ നിൽക്കട്ടെ. അടുത്ത രണ്ട് ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റോക്കിന്റെ എമൗണ്ട് എന്താ ഉണ്ടായത്, 40,000 ഉള്ളത് 60,000 ആയി. സ്റ്റോക്കിന്റെ എമൗണ്ട് കൂടി. സ്റ്റോക്കിന്റെ എമൗണ്ട് കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്യണം. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ലെസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ് കറണ്ട് അസറ്റ് ആണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 30,000 ഉള്ളത് 70,000 ആയി. അപ്പോൾ അതിന്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്തത്. അപ്പൊ അതും എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ് ആണ്, കൂടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഐറ്റം ലാൻഡ്. അപ്പൊ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. ഇനി ഈ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഫിക്സ്ഡ് അസറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫിക്സ്ഡ് അസറ്റ്സ് ഒക്കെ എവിടെ വരിക നമുക്കറിയാം. ഏത് ആക്ടിവിറ്റീസിലാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. ഇപ്പൊ ഇവിടെ ലാൻഡ് തന്നിട്ടുണ്ട്. ലാൻഡിന്റെ എമൗണ്ട് 55,000 ഉണ്ട്, 1,05,000 ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിനേക്കാളും നെക്സ്റ്റ് ഇയറിൽ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ലാൻഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, പർച്ചേസ് ആണെന്ന് പറയാ, പർച്ചേസ് ഓഫ് ലാൻഡ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിൽ ഓഫ് അസെറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലെസ് പർച്ചേസ് ഓഫ് അസെറ്റ്, ലെസ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ, ഇൻട്രസ്റ്റ് റിസീവർ, ഡിവിഡൻഡ് റിസീവർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൻഡിന്റെ കാര്യം പർച്ചേസ് ആണ് നടന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ഇയറിൽ 60,000 ആണ്, നെക്സ്റ്റ് ഇയറിലാകുമ്പോൾ 30,000 ആയി. എമൗണ്ട് കുറയുക ചെയ്ത്, ഡിക്രീസ് ആവേണ്ട ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും എന്താണ്, സെയിൽസ് ആണ് നടന്നത്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 30,000 ആണ്. നെക്സ്റ്റ് ആയിട്ട് ആണ് മെഷീനറി. മെഷീനറിയുടെ എമൗണ്ട്, മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ആണ്. മെഷീനറിയുടെ എമൗണ്ട് എന്തുണ്ടായ, ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ആണെങ്കിൽ എന്താണ്, പർച്ചേസ് ആണ്. അപ്പൊ അവിടെ ഫിക്സ്ഡ് അസറ്റ്സിലെ രണ്ട് പർച്ചേസ് നടന്നിട്ടുണ്ട്. ലാൻഡും പർച്ചേസ് നടന്നിരിക്കുന്നത്, മെഷീനറിയും പർച്ചേസ് നടന്നിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ സെയിൽസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാം. ഹെഡിങ് കൊടുക്കാം, നമ്മളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു പർട്ടിക്കുലർ കോളും 2 എമൗണ്ട് കോളും കൊടുത്തിരിക്കുന്നു. 3 ഹെഡാണ്. നമ്മൾ ഓരോ ഹെഡും സെപ്പറേറ്റ് പഠിച്ചു വന്നു. ഞാൻ 3 ഹെഡും കൂടി നമ്മളിവിടെ കാണിക്കണം. അപ്പൊ ക്യാഷ് ഫ്ലോ ഫ്രം ഫസ്റ്റ് ഹെഡ് കൊടുക്കുക, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ദെൻ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പൊ നമ്മൾ ഇത്രയും ക്ലാസ് പഠിച്ചിട്ടില്ല, 3 സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യണം. അതിന്റെ കൂടെ കുറച്ചും കൂടി വർക്ക് ചെയ്യാണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അത്രയും ചെയ്യുന്നതാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതേ ലാസ്റ്റ് പറയാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ 15 മാർക്ക് എന്തായാലും ഷുവർ ആണല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ എവിടെ മിസ്റ്റേക്ക് വന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതേ ലാസ്റ്റ് പറയാം. ദെൻ നമുക്ക് 3 ഹെഡാണ്. ഫസ്റ്റ് ഹെഡിൽ നമ്മൾ എഴുതി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഏറ്റവും ആദ്യം കാണിക്കുന്ന ഐറ്റം ആണ് പ്രോഫിറ്റ്. അതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറെ ഐറ്റംസ് നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഇവിടെ ഗുഡ് വിൽ ഇല്ല. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഡിവിഡൻഡ് പെയ്ഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ, അങ്ങനെ കുറെ ഐറ്റംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, റിസർവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് എത്രയാണോ ആ റിസർവിന്റെ എമൗണ്ട് ചേഞ്ച് ചെയ്ത എമൗണ്ട് അത് മാത്രം നമ്മൾ എഴുതുക. 10,000 ആണ് ഇവിടെ ചേഞ്ച് ചെയ്തത്. നമുക്ക് 25,000 കൂടെ ഈ 10,000 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 35,000 കിട്ടും. നെക്സ്റ്റ് അതിന്റെ പ്രൊസീജിയർ ആണ് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. അതേപോലെ തന്നെ വേറെ ഐറ്റം ആണ് ഇൻകം ടാക്സ് റീഫണ്ട്. ഇവിടെ അങ്ങനെ യാതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അപ്പൊ നമുക്ക് സംശയം തോന്നും പിന്നെ എന്തിനാ എഴുതണേന്ന്. പക്ഷെ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതില്ലെങ്കിലും നമ്മൾ എല്ലാവരും നമ്മൾ വർക്ക് ചെയ്തേണ്ട ആവശ്യമില്ല. പക്ഷെ മെയിൻ ഹെഡിങ്ങിൽ നമ്മൾ എഴുതണം ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ദെൻ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്ക് സ്റ്റെപ്പ് മാർക്കിലും കിട്ടും, അല്ലെങ്കിൽ എവിടെ അത്ര മാർക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു ആ പ്രൊസീജിയറിൽ തന്നെ അങ്ങനെ തന്നെ പൊക്കോട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ മാർക്ക് അങ്ങനെ കാണിക്കുക. ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നിൽ എന്ന് കാണിക്കുക.
സ്റ്റോക്ക് ഇല്ലെങ്കിലും നമ്മൾ അത് കാണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ 35,000 0 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 35,000 തന്നെ കിട്ടി. അപ്പൊ then നമുക്ക് കിട്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി 35,000. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലോസ് എല്ലാം ആഡ് ചെയ്യും, ഔട്ട്ഫ്ലോസ് ഒക്കെ ലെസ് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആവുക? കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്യണം, കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കറണ്ട് അസറ്റ്സിലെ ആരൊക്കെ ഉണ്ടായിരുന്നേ? കറണ്ട് അസറ്റ്സിലെ സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്. രണ്ടുപേരും കൂടുക ചെയ്തേ, അപ്പൊ രണ്ടുപേരും മൈനസ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റീസിലെ ബിൽസ് പേബിള് മാത്രമാണ്. ലയബിലിറ്റീസ് ആണെങ്കിൽ കൂടി കഴിഞ്ഞാണ് നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ ബിൽസ് പേബിൾ മാത്രമേ കൂടിയിട്ടുള്ളൂ. ബിൽസ് പേബിൾ 15 ഉള്ളത് 25,000 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ആഡ് ഇൻഫ്ലോയിലെ ബിൽസ് പേബിൾ 25-35 ആയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് 10,000. വേറെ ആരും നമുക്ക് ആഡ് ചെയ്യാനില്ല, ഇൻഫ്ലോ ആയിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് മൈനസ് ചെയ്യാനുള്ളവരാണ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഒക്കെ. അപ്പൊ 35,000 കൂടെ 10,000 നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് 45,000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യാം. ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? കറണ്ട് അസറ്റ്സ് കൂടിയവരനൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം. കറണ്ട് അസറ്റ് കൂടിയ സ്റ്റോക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയാവും? 40-20 ആവുമ്പോൾ 40,000-60,000 ആവുമ്പോൾ 20,000 സ്റ്റോക്കിന്റെ എമൗണ്ട് വരും. പിന്നെ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ആണെങ്കിൽ 30,000 70,000 ആയിട്ടുണ്ട്. അപ്പൊ ആ 40,000. അപ്പൊ അത് അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 20,000 15,000 ലയബിലിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതും കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഔട്ട്ഫ്ലോസിൽ നമ്മൾ കാണിച്ചു സ്റ്റോക്ക്. അപ്പൊ ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് മൈനസ് ചെയ്യാളെ ലെസ് ചെയ്യാളായിട്ടായതുകൊണ്ട് നമ്മൾ അത് ബ്രാക്കറ്റിൽ കാണിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ലെസ് ചെയ്യാളായിട്ടാണെങ്കിൽ ആ എമൗണ്ടിന്റെ കൂടെ ബ്രാക്കറ്റ് കാണിക്കാം. അപ്പോ ദെൻ സ്റ്റോക്കിന്റെ എമൗണ്ട് 20,000 വന്നു, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 40,000 വന്നു, ക്രെഡിറ്റേഴ്സ് 5,000. ഇത്രയും കഴിഞ്ഞാല് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ദെൻ ആ 45,000 ഈ 45,000 അവിടെ കിടക്കുന്നുണ്ട്, അതിനാണ് നമ്മൾ ഇത് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇപ്പൊ മൈനസ് ചെയ്യാനുള്ള എമൗണ്ടുകളൊക്കെ നമുക്ക് ടോട്ടൽ ചെയ്യാം. ബ്രാക്കറ്റിലുള്ള എമൗണ്ടുകളൊക്കെ ടോട്ടൽ ചെയ്യാം. ഒരു 20,000, 40,000, 5,000, 65,000 രൂപ നെഗറ്റീവ് ഫിഗേഴ്സ് വന്നു. 45,000 65,000 മൈനസ് ചെയ്താൽ നമുക്കറിയാം ചെറിയ സംഖ്യയാണ് 45,000. അതിനേക്കാളും വലിയ സംഖ്യയാണ് 65,000. 65,000 എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്. നമ്മള് റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു, വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും നെറ്റ് ക്യാഷ് എത്ര കിട്ടും? 20,000 കിട്ടും. സാധാരണയായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇൻകം ടാക്സ് ഇല്ല, എന്നാലും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി മൈനസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതില്ല. ഓക്കെ, ദെൻ നമുക്ക് കിട്ടി ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ആൻസർ കിട്ടി. നമ്മൾ എഴുതും നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാം, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു റോമൻ ലെറ്റർ 1 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1 ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 20,000. ഒരു സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഡബിൾ ലൈൻ ഒക്കെ കൊടുത്തു, കളറൊന്നും മാറ്റണമെന്നില്ല. ഡബിൾ ലൈൻ ഒക്കെ കൊടുത്ത് നിങ്ങൾ ഭംഗിയായിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക. അടുത്ത ആക്ടിവിറ്റിയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്, ഇതിപ്പോ ഈ 3 ആക്ടിവിറ്റി ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഇതിൽ നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു സെയിൽ ഓഫ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇവിടെ സെയിൽ ഓഫ് അസറ്റ്, ഇവിടെ അസറ്റുകളൊന്നും, ഇവിടെ ആകെ കൂടി അസറ്റ് ലാൻഡും മെഷീനറിയും ആണ് അസറ്റ്, ഫിക്സഡ് അസറ്റ് ഉള്ളത്. ആ ഫിക്സഡ് അസറ്റ് രണ്ടും പർച്ചേസ് ആണ്. ലാൻഡ് ആയാലും പർച്ചേസ് ആണ്, കാരണം എമൗണ്ട് കൂടുകയാണ്. നേരത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ് പർച്ചേസ് ആണ് നടന്നത്, മെഷീനറിയും പർച്ചേസ് ആണെന്ന്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് എമൗണ്ട് കുറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഉണ്ടായിരുന്നത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം, എത്ര രൂപയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അസറ്റ് സൈഡിൽ നോക്കാം, 60,000-ഉം 30,000-ഉം. അപ്പൊ കുറഞ്ഞത് 30,000 ആണ്. ആ ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾ എഴുതി ഇവിടെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 30,000. ഇനി നമുക്ക് രണ്ടെണ്ണം പർച്ചേസ് നടന്നിട്ടുണ്ട്, ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്, ഔട്ട്ഫ്ലോ ആണ്. ലെസ് ചെയ്യാൻ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം, വിത്തിൻ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും എമൗണ്ട് കാണിക്കേണ്ടത്. ലെസ് പർച്ചേസ് ഓഫ് ലാൻഡ്. ഓക്കെ, എങ്ങനെ കാണിക്കാന്ന് മനസ്സിലായല്ലോ. 55,000 ഉള്ളത് 1,05,000 ആയി. അപ്പൊ ആ ഡിഫറൻസ് 1,05,000 55,000 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 50,000 കിട്ടും. പർച്ചേസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ മെഷീനറിയും ഇതേപോലെ തന്നെ നമ്മൾ മൈനസ് ചെയ്യാം. ആ എമൗണ്ട് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്യാം.
ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ഒരു എമൗണ്ടിന് ബ്രാക്കറ്റ് ഇല്ല, ബാക്കി രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റ് ഉള്ളവരെ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 50 + 30 80,000. ബ്രാക്കറ്റ് ഉള്ളത് 80,000 ഉണ്ട്. ബ്രാക്കറ്റ് ഇല്ലാത്തത് 30,000 ഉള്ളൂ. വലുതെന്ന് ചെറുത് കുറയ്ക്കുക, 80 30 പോവാ. അപ്പൊ നമുക്ക് ബാലൻസ് എത്ര വരും? 50,000 വരും. വലുതിന്റെ സൈൻ 80,000 അല്ലേ വലുത്, അതിന് ബ്രാക്കറ്റ് ഉള്ള സംഖ്യ ആണല്ലോ. അപ്പൊ ബ്രാക്കറ്റ് ഉള്ള സംഖ്യ ദെൻ 80,000 30,000 പോയി 50,000. വലിയ സംഖ്യക്ക് ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ആൻസറിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് കൂട്ടാൻ എങ്ങനെയാ, എന്തെങ്കിലും എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് അപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ആൻസറിന്റെ നേരെ നമ്മൾ എഴുതി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം. സാധാരണ ഈ ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡും അതേപോലെ തന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് ഒക്കെ. പക്ഷെ ഈ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് സിമ്പിൾ പ്രോബ്ലം ആണ്, അതുകൊണ്ടും തന്നിട്ടില്ല. സോ നമുക്ക് തരാത്തതിനോട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. മെയിൻ ആൾക്കാരനെ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടി. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ദെൻ റേസിംഗ് ഓഫ് ലോൺ ഫ്രം ബാങ്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അതൊക്കെ നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് പേര്, ഡിവിഡൻഡ് പേര് എന്നൊക്കെ. അപ്പൊ ഇവിടെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ഉള്ളവരെ മാത്രം എഴുതിയാൽ മതി. ഇവിടെ ഷെയർസ് ആണുള്ളത്. ഷെയർസിന്റെ എമൗണ്ട് ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്. പ്രിഫറൻസ് ഷെയർസ് ഈ കമ്പനിയിൽ ഇല്ല. ദെൻ ഈ കുമാർ കമ്പനി ലിമിറ്റഡിലില്ല. ഓക്കെ, ഇക്വിറ്റി ഷെയർസിന്റെ എമൗണ്ട് 1 lakh ഉള്ളത് 2 lakh ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഷെയർ കൂടുകയാണെങ്കിൽ അത് ഇഷ്യൂ ആണ്. നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുക. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 1 lakh. ബ്രാക്കറ്റ് വേണ്ട, കാരണം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ് ചെയ്യണേ. സോ ബ്രാക്കറ്റ് വേണ്ട. ഇനി നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ആകെ കൂടി ഉള്ളത് ഒരു ഡിബഞ്ചർ ആണുള്ളത്. പ്രിഫറൻസ് ഷെയർ ഇല്ല, ലോൺ ഇല്ല. പിന്നെ ആകെ കൂടി ഉള്ളത് ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ. ഡിബഞ്ചർ ആണെങ്കിൽ എന്താ സംഭവിച്ചത്? 60,000 ഉള്ളത്. ഡിബഞ്ചറിന്റെ എമൗണ്ട് 60,000 ആണ് ഉണ്ടായിരുന്നത്. ബാലൻസ് ഷീറ്റിൽ നോക്കാം ക്വസ്റ്റ്യനില്. 50,000 ഉള്ളത് 20,000. 50,000 മാറി 20,000. അപ്പൊ ആ തമ്മിലുള്ള ഡിഫറൻസ് 30,000. റിഡംഷൻ ആണെങ്കിൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം അവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയുടെ കടം വാങ്ങിയവരാണ് അവരെടുക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ലെസ് ഇയാളായിട്ടായ കാരണം ബ്രാക്കറ്റിൽ കൊടുക്കുക എമൗണ്ട്. ഓക്കെ, ഇനി അവിടെ ലോൺ ഇല്ല, ഇൻട്രസ്റ്റ് പെയ്ഡ് ഇല്ല, ഡിവിഡൻഡ് പെയ്ഡ് ഇല്ല, വേറെ ആരും ഇല്ല. ദെൻ നമുക്കത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കാം, 1 lakh ഉണ്ട്, ബ്രാക്കറ്റ് ഇല്ലാത്തതാണ്. 30,000 ബ്രാക്കറ്റ് ഉള്ളതാണ്. വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 1 lakh 30,000 മൈനസ് ചെയ്യുമ്പോൾ 70,000 വരും. വലിയ സംഖ്യയ്ക്ക് അല്ല ബ്രാക്കറ്റ്, ചെറിയ സംഖ്യയ്ക്കാണ് ബ്രാക്കറ്റ്. അപ്പോൾ വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ, വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറിന് നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ആ ആൻസറിന് നേരെ നമ്മൾ എഴുതാം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി നമ്പർ 3. നമ്മൾ ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും നമ്മൾ ബ്രാക്കറ്റിൽ അതിന്റെ പേര് കൊടുക്കുക. ഇത്രയും വരെ നമുക്കറിയാം. ഇത്രയും വരെ നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചതാണ്. ഇനിയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് ഘട്ടം, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ ഓരോ സ്റ്റേജും നമ്മൾ ഡബിൾ ലൈൻ ഒക്കെ കൊടുത്ത്, ഇൻവെസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഡബിൾ ലൈൻ കൊടുത്തു, ഫിനാൻസിങ് കഴിഞ്ഞപ്പോൾ ഡബിൾ ലൈൻ കൊടുത്തു. ഇനി അടുത്ത സ്റ്റേജ് ആണ് നെറ്റ് ക്യാഷ്. നെറ്റ് ക്യാഷ് കിട്ടാൻ വേണ്ടി 1 + 2 + 3 ഏതാ 1 നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 20,000 ആണ്, ബ്രാക്കറ്റിലെ 20,000. അപ്പോൾ ഞാനിവിടെ നെറ്റ് ക്യാഷിന്റെ അവിടെ കണ്ടോ 120,000 20,000 പ്ലസ് 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2ന്റെ എമൗണ്ട് ആണ് 50,000. അത് നമ്മളിവിടെ 50,000 കൊടുത്തു. ഓക്കെ, അതും ബ്രാക്കറ്റിലുള്ള എമൗണ്ട്. ആൻഡ് 3 + 3 ദെൻ 3 ആണ് 70,000. അന്ന് ബ്രാക്കറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പ്ലസ് 70,000. ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ബ്രാക്കറ്റിലുള്ള എമൗണ്ട് രണ്ടും കൂടി കൂട്ടുമ്പോൾ 20,000 + 50,000 70,000. അപ്പോൾ -70,000 വരും, +70,000 വരും. അപ്പൊ എന്താ ഉണ്ടാവുക, വലുന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 70,000 പോകുമ്പോൾ 0 ആണ് വരിക. ഞാനിവിടെ 0 കൊടുത്തില്ല, അതിന് പകരം ഞാൻ നില്ലാണ് കാണിച്ചിരിക്കുന്നത്. നിൽ കാണിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പായി
അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് തന്നപ്പോൾ രണ്ടാൾക്കാർ നമ്മൾ ഒരാൾ നമ്മൾ വിട്ടുപോയിട്ട് എടുക്കാൻ മറന്നുപോയതല്ല, എടുക്കാറില്ല. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ എടുക്കാറുള്ളൂ. ക്യാഷ് കറണ്ട് അസറ്റ് ആണെങ്കിലും നമ്മൾ ക്യാഷിന് എടുക്കാറില്ല, ക്യാഷ് അവിടെ നിർത്തണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വിഷമാക്കണ്ട, നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവരെന്നെ എടുക്കുക. എടുക്കുമ്പോൾ ഇതിപ്പോൾ രണ്ട് എമൗണ്ട് ഉണ്ട്, ഇവിടെയും 20,000 ആണ്, ഇവിടെയും 20,000 ആണ്. അപ്പോൾ ഇങ്ങനെ 2 വർഷത്തെയും ക്യാഷ് തരുമ്പോൾ നമ്മൾ മിക്കവാറും വർഷങ്ങളിൽ അത് ഡിഫറെൻറ്റ് എമൗണ്ട് ആവും കേട്ടോ, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആവില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ സെയിം എമൗണ്ട് ആയെന്നേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് എടുക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ് ഓപ്പണിംഗ് ബാലൻസ്, നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ് എന്ത് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഓപ്പണിംഗ് എമൗണ്ട് അതായത് ഇപ്പോൾ 2019 എമൗണ്ട് ഏതാണോ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ഇയർ ഏതാണോ ആ എമൗണ്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ എഴുതുക 20,000 ക്യാഷ് 20,000 ഉണ്ടല്ലോ, ആ എമൗണ്ട് ആണ് നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ എഴുതുക എന്താണെന്നറിയോ ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ്. അവിടെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്കും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് വേറെ പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ്, ക്യാഷോ ക്യാഷ് ഈക്വലൻറ്റ് മീൻസ് അവിടെ ബാങ്ക് ഉണ്ടെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ഈക്വലൻറ്റ് അറ്റ് ദ ബിഗിനിങ് എമൗണ്ട് എടുത്തത് മനസ്സിലായോ? ഫസ്റ്റ് കോളത്തിലെ എമൗണ്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കത് ആഡ് ചെയ്യാം. നിൽ എന്ന് പറഞ്ഞാൽ സീറോന്റെ കൂടെ 20,000 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000 തന്നെ കിട്ടും. ആ കിട്ടിയ ആൻസർ എത്രയാണോ ആ ആൻസറിന് നേരെ നമ്മൾ എഴുതും ക്യാഷ് ഈക്വലൻറ്റ് അറ്റ് ദ എൻഡ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും, ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റും. ഇനി വഴി പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്മുടെ ഈ ആൻസർ ഉണ്ടല്ലോ 20,000 കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ആൻസർ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഈ ആൻസർ ആയിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇതേ എമൗണ്ട് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ 20,000 എഴുതിയത് ഈ നിൽ എന്ന് പറഞ്ഞ 0യും 20,000 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്കൊരു 20,000 വന്നത്. ഇതേ എമൗണ്ട് തന്നെയാണോ ക്യാഷ് കോളത്തിലെ ക്യാഷിൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ക്യാഷിലെ ലാസ്റ്റ് കോളത്തിലെ എമൗണ്ട് ഇത് തന്നെയാണോ നോക്കാം. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ അതെന്താണ് നമ്മൾ ചെയ്ത് എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ രണ്ടും സെയിം ആണ് വന്നിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇതാണ് നമ്മുടെ ആൻസർ, ലാസ്റ്റ് ആൻസർ, ഫൈനൽ ആൻസർ ഇതാണ് ക്യാഷ് ഈക്വലൻറ്റ് അറ്റ് ദ എൻഡ് 20,000. ഓക്കെ, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.